ടാലിയുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോഡൗണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ടാലിയിൽ എങ്ങനെ ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യാം. ഗോഡൗൺ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഗോഡൗൺ എന്ന് പറയാം, അല്ലെങ്കിൽ ലൊക്കേഷൻ എന്ന് പറയാം. അപ്പോൾ ലൊക്കേഷൻ അല്ലെങ്കിൽ ഗോഡൗൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സാണ് ഇന്ന് നൽകാൻ പോകുന്നത്. ഗോഡൗൺ ചെയ്യുന്നൊരു സ്റ്റെപ്പ് എങ്ങനെ വെച്ചാൽ എവിടെ പോയി ചെയ്യാമെന്ന് ചോദിച്ചാൽ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ക്രിയേറ്റ് ഉണ്ട്. ക്രിയേറ്റിനകത്ത് ലൊക്കേഷൻ ഉണ്ട്. ഇവിടെയാണ് ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഇവിടെ ടാലി ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ചെയ്യാൻ പോവാണ്. ഗേറ്റ് വേ ഓഫ് ടാലി ഗോഡൗൺ ക്രിയേഷൻ ആണ് പറയുന്നത്. ഗോഡൗൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഗേറ്റ് വേ ഓഫ് ടാലി, അതിനകത്ത് ക്രിയേറ്റ് എടുക്കുക. ഗേറ്റ് വേ ഓഫ് ടാലി ക്രിയേറ്റ്, എന്നിട്ട് താഴോട്ട് വന്നിട്ട് ഇവിടെ ഉണ്ട്, താഴെയുണ്ട് ഗോഡൗൺ എന്നോ അല്ലെങ്കിൽ ലൊക്കേഷൻ എന്നാണ് കാണിക്കുക. ഒന്നുകിൽ ഗോഡൗൺ എന്ന് കാണിക്കും, അല്ലെങ്കിൽ ലൊക്കേഷൻ. ഗോഡൗൺ ഓപ്പൺ ആക്കാൻ പോവാണ്. എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുക. എൻ്റർ അടിച്ചു. ഇനി ഇവിടെ നെയിം എന്ന സ്ഥലത്ത് നിങ്ങൾ ഗോഡൗണിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. ചില ആളുകൾ ചില കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്ഥലപ്പേരായിരിക്കും. കാലിക്കറ്റുള്ള ഗോഡൗൺ ആണെങ്കിൽ കാലിക്കറ്റ് ഗോഡൗൺ ഇങ്ങനെ ആയിരിക്കും. സ്ഥലപ്പേര് വെച്ചിട്ട് ഗോഡൗണിൻ്റെ പേര് കൊടുക്കും. ചില കമ്പനികൾ ചെയ്യുന്നത് ഗോഡൗൺ നമ്പറുകളായിരിക്കും. ഗോഡൗൺ 1, ഗോഡൗൺ 2, ഗോഡൗൺ 3 ഇങ്ങനെയുള്ള നമ്പർ വെച്ചിട്ടാണ് ഗോഡൗൺ ചെയ്യാറ്. ഇപ്പം എങ്ങനെയാണെങ്കിലും വേണ്ടില്ല, നെയിം എന്നുള്ളിടത്ത് ആ ഗോഡൗണിൻ്റെ പേര് കൊടുക്കുക. അണ്ടർ പ്രൈമറി മതി, സേവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നെയിം എന്ന സ്ഥലത്ത് എന്ത് ചെയ്യണം? ഗോഡൗണിൻ്റെ പേര് കൊടുക്കണം. ഒന്നും കൂടി പറയാം. ഗേറ്റ് വേ ഓഫ് ടാലി ക്രിയേറ്റ്, താഴോട്ട് വന്നിട്ട് ഗോഡൗൺ. ഇവിടെ ഒന്നെങ്കിൽ ഗോഡൗൺ അല്ലെങ്കിൽ ലൊക്കേഷൻ എന്നാണ് കാണിക്കുക. ഇത് ഓപ്പൺ ആക്കിയതിന് ശേഷം നെയിം എന്ന സ്ഥലത്ത് ഗോഡൗണിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. അണ്ടർ പ്രൈമറി എന്ന് മതി, സേവ് ചെയ്യാം. ഇങ്ങനെയാണ് ഗോഡൗൺ ചെയ്യുക. ഇതിൽ ടാലിയിൽ ഡീഫോൾട്ടായിട്ടൊരു ഗോഡൗൺ വരും. ആ ഗോഡൗണിൻ്റെ പേരാണ് മെയിൻ ലൊക്കേഷൻ. ഇത് താനെ വരുന്നതാണ്, നമ്മൾ ചെയ്യുന്നതല്ല. സിസ്റ്റം ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ളതാണ്. അവനെ ഡീഫോൾട്ടായിട്ടുള്ള ഗോഡൗണിൻ്റെ പേരെന്താണ്? മെയിൻ ലൊക്കേഷൻ എന്നാണ്. അപ്പോൾ ഗോഡൗൺ ഇങ്ങനെയാണ് ഉണ്ടാക്കുക, മനസ്സിലാക്കുക. ഇനി ഗോഡൗണുമായി ബന്ധപ്പെട്ട എൻട്രികൾ വരുമ്പോൾ, ഇടപാടുകൾ വരുമ്പോൾ, ഇപ്പോൾ ഗേറ്റ് വേ ഓഫ് ടാലി വൗച്ചേഴ്സിലാണല്ലോ ഇടപാടുകൾ ചെയ്യുക. ഗേറ്റ് വേ ഓഫ് ടാലി വൗച്ചേഴ്സ്. ഇവിടെ പുതിയൊരു വൗച്ചർ പറയാൻ പോവുകയാണ്. സ്റ്റോക്ക് ജേണൽ. സ്റ്റോക്ക് ജേണലിൻ്റെ ബട്ടൺ ഓൾട്ട് F7 ആണ്. സ്റ്റോക്ക് ജേണൽ കിട്ടുന്നത് ഗേറ്റ് വേ ഓഫ് ടാലിയിലെ വൗച്ചേഴ്സ് എടുക്കുക. സ്റ്റോക്ക് ജേണൽ കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഓൾട്ട് F7 പ്രസ് ചെയ്യുക. ഓൾട്ട് F7 പ്രസ് ചെയ്താൽ സ്റ്റോക്ക് ജേണൽ വരും. സ്റ്റോക്ക് ജേണൽ വന്നിട്ടുണ്ട്. ഓൾട്ട് F7 ആണ് അതിൻ്റെ കീ. ഇനി ഇതിനകത്ത് ഇതിൻ്റെ ഉപയോഗം എന്താ ചോദിച്ചാൽ, സ്റ്റോക്ക് ജേണലിൻ്റെ ഉപയോഗം ഒരു ഗോഡൗണിൽ നിന്ന് പ്രൊഡക്റ്റ് ട്രാൻസ്ഫർ ഫ്രം വൺ ഗോഡൗൺ ഇൻടു അനദർ ഗോഡൗൺ. ഒരു ഗോഡൗണിൽ നിന്ന് മറ്റൊരു ഗോഡൗണിലോട്ട് പ്രൊഡക്റ്റുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് ജേണൽ ഉപയോഗിക്കുന്നത്. നമ്മളെ കമ്പനിക്ക് 2 ഗോഡൗൺ ഉണ്ട്. അപ്പോൾ ഒരു ഗോഡൗണിൽ നിന്ന് മറ്റൊരു ഗോഡൗണിലോട്ട് പ്രൊഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നാൽ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് ജേണൽ ഉപയോഗിക്കുക. അപ്പോൾ ഒരു ഗോഡൗണിൽ നിന്ന് മറ്റൊരു ഗോഡൗണിലോട്ട് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം? സ്റ്റോക്ക് ജേണൽ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഓൾട്ട് F7 ആണ് ഇതിൻ്റെ കീ. ഇനി ഇതിൽ ചെയ്യേണ്ട 2 ഭാഗമാണ്. സെൻട്രലിലൂടെ ലൈൻ കണ്ടില്ലേ? 2 പോർഷനാണ് ഇവിടെ. ഇതിൽ സോഴ്സ് കൺസെപ്ഷൻ, ഡെസ്റ്റിനേഷൻ പ്രൊഡക്ഷൻ 2 ഭാഗമാണുള്ളത്. ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് എടുത്തിട്ടാണ് മറ്റേ ഗോഡൗണിലേക്ക് മാറ്റുക. അപ്പോൾ ഇവിടെ നെയിം ഓഫ് ഐറ്റം എന്നുള്ളത് നമ്മൾ ഏത് പ്രൊഡക്റ്റാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ പേര് കൊടുക്കുന്നു.
ഇനി അതിന് നേരെ വരുന്ന ഗോഡൗൺ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഗോഡൗൺ കൊടുക്കണം. ഇവിടെ 2 ഗോഡൗൺ ഉണ്ട്. മെയിൻ ലൊക്കേഷൻ ഉണ്ട്, ഗോഡൗൺ 1 ഉണ്ട്. ഈ മെയിൻ ലൊക്കേഷനിൽ എത്ര ഉണ്ട്? 4 എണ്ണമുണ്ട്. ഇവിടെ നിന്നാണ് എടുക്കുക. മറ്റിടത്ത് ഗോഡൗൺ പ്രൊഡക്റ്റ് ഇല്ല, 0 ആണ്, 0 ആണ്. അപ്പോൾ നമ്മൾ ഉള്ള സ്ഥലത്തു നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ മെയിൻ ലൊക്കേഷനിൽ നിന്ന് 4 ഉണ്ട്, അതിൽ ഒരു 2 എണ്ണം നമ്മൾ എടുത്തു. എന്നിട്ട് ആ ടി വി ഗോഡൗൺ 1 കൊണ്ടുപോയിട്ട് 2 എണ്ണം കൊടുത്തു. 2 സൈഡ് നോക്കുമ്പോഴും ഇവിടെയും ടി വി ആണ് എടുത്തത്. ആ ടി വി എവിടേക്ക് മാറ്റി? ഗോഡൗൺ 1 ട്രാൻസ്ഫർ ചെയ്തു. എവിടെ നിന്ന്? മെയിൻ ലൊക്കേഷനിൽ നിന്ന്. മെയിൻ ലൊക്കേഷനിൽ നിന്ന് ഗോഡൗൺ 1 ടി വി 2 എണ്ണം ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ 2 ഭാഗത്തും സെയിം പ്രോഡക്റ്റാണ് വരിക. ഇവിടുന്ന് ടി വി എടുത്തു, അവിടെ കൊടുത്തതും ടി വിയാണ്. 2 എണ്ണമാണ് എടുത്തത്, കൊടുത്തതും 2 എണ്ണമാണ്. മാറ്റം വന്നത് ഇത് ഗോഡൗൺ മാത്രമാണ് മാറ്റം വന്നത്. ഇവിടെ പ്രൊഡക്റ്റ് എടുത്ത ഗോഡൗണും ഇവിടെ പ്രൊഡക്റ്റ് സ്വീകരിച്ച ഗോഡൗണും, അതായത് മെയിൻ ലൊക്കേഷനിൽ നിന്ന് ഗോഡൗൺ 1 പ്രൊഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇവിടെ ഈ ഭാഗം ഫ്രം ആണ്, ഈ ഭാഗം ടു ആണ്. ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇതാണ്. ടി വി മെയിൻ ലൊക്കേഷനിൽ നിന്ന് 2 എണ്ണം എടുത്തു, എന്നിട്ട് അതിങ്ങനെ കൊണ്ടുവന്നിട്ട് ആ ടി വി ഗോഡൗൺ 1 2 എണ്ണം കൊടുത്തു. 2 എണ്ണം എടുത്തു, 2 എണ്ണം കൊടുത്തു, സ്വീകരിച്ചു, സേവ് ചെയ്യാം. ഇങ്ങനെയാണ് ഒരു ഗോഡൗണിൽ നിന്ന് മറ്റൊരു ഗോഡൗണിലോട്ട് പ്രൊഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുക. ഇനി ഈ സ്റ്റോക്ക് ജേണലിൽ ഓൾട്ട് F7 സ്റ്റോക്ക് ജേണലിൽ വേറൊരു ഉപയോഗം എന്താ ചോദിച്ചാൽ കൺസ്യൂംഡ് പ്രൊഡക്റ്റ്. കൺസ്യൂം പ്രൊഡക്റ്റ് പറഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. സെൽഫ് യൂസിങ് ആണ്. പ്രൊഡക്റ്റ് സ്വയം ഉപയോഗിക്കുക. നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ തന്നെ എടുക്കുക, നമ്മളെ ആവശ്യത്തിന് എടുക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് കൺസ്യൂംഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് നമ്മൾ തന്നെ ഉപയോഗിക്കുക. അതിനും കൂടി എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോക്ക് ജേണലിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ കടയിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നമ്മളെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ തന്നെ യൂസ് ചെയ്തു. അപ്പോൾ അവിടെ പ്രൊഡക്റ്റ് കുറയാണ് ചെയ്യുക, പ്രൊഡക്റ്റിൻ്റെ എണ്ണം കുറയും. കൺസ്യൂം പ്രൊഡക്റ്റ്, നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ തന്നെ ഉപയോഗിച്ചു. അതിന് വേണ്ടിയിട്ടും സ്റ്റോക്ക് ജേണൽ ചെയ്യാം. സ്റ്റോക്ക് ജേണൽ എടുത്തു, ഓൾട്ട് F7 ആണ് കീ. ഇനി ഇവിടെ ചെയ്യേണ്ടത് ടി വി ആണ് യൂസ് ചെയ്യുന്നത്. ടി വി നിങ്ങളുടെ ഇവിടെ മെയിൻ ലൊക്കേഷനിൽ നിന്ന് 2 എണ്ണം ഉണ്ട്, ഇപ്പോൾ ഓടിച്ച് 2 ആണ് കാണിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ ഒരെണ്ണം എടുത്തു, എന്നിട്ട് സേവ് ചെയ്യാം. അതായത് സോഴ്സ് കൺസെപ്ഷൻ എന്നുള്ള ഭാഗത്ത് മാത്രം പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. പ്രൊഡക്റ്റിൻ്റെ പേര്, ഗോഡൗണിൻ്റെ പേര്, നമ്മൾ യൂസ് ചെയ്ത കൺസ്യൂം ചെയ്ത പ്രൊഡക്റ്റിൻ്റെ എണ്ണം കൊടുത്തിട്ട് സേവ് ചെയ്യുക. ഫസ്റ്റ് സൈഡിൽ മാത്രം, സോഴ്സ് കൺസെപ്ഷൻ എന്ന സൈഡിൽ മാത്രം പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യുക, സേവ് ചെയ്യുക. ഇതാണ് കൺസ്യൂംഡ് പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റ് നമ്മൾ തന്നെ ഉപയോഗിച്ചു. അപ്പോൾ അത്ര എണ്ണം ഇവിടെ കുറഞ്ഞിട്ടുണ്ടാവും. സേവ് ചെയ്യുന്നു, കൺസ്യൂംഡ് പ്രൊഡക്റ്റ്. ഇതാണ് സ്റ്റോക്ക് ജേണൽ. ഒരു ഗോഡൗണിൽ മറ്റൊരു ഗോഡൗണിക്ക് മാറ്റുന്നതിനും കൺസ്യൂംഡ് പ്രൊഡക്റ്റ് ചെയ്യുന്നതിനും സ്റ്റോക്ക് ജേണലാണ് ഉപയോഗിക്കുക. അപ്പോൾ ഗോഡൗണുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് ഇത്രയാണ്. ഗോഡൗൺ ക്രിയേഷൻ, ഒരു ഗോഡൗൺ മറ്റൊരു ഗോഡൗണിക്ക് ട്രാൻസ്ഫർ ചെയ്യൽ, അതുപോലെ തന്നെ കൺസ്യൂംഡ് പ്രൊഡക്റ്റ്. ഇതിൽ പറയേണ്ടത് ഗോഡൗണിൻ്റെ റിപ്പോർട്ട് കാണണം. ഗോഡൗൺ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തില്ലേ, അപ്പോൾ ഏതൊക്കെ പ്രൊഡക്റ്റാണ് ഏതെല്ലാം ഗോഡൗണിലാണ് ഉള്ളതെന്ന് അറിയണമെങ്കിൽ ഗോഡൗണിൻ്റെ റിപ്പോർട്ട് അറിയണം. അപ്പോൾ ഗോഡൗൺ റിപ്പോർട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഗേറ്റ്വേ ഓഫ് ടാലി ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് എടുക്കുക. ഗേറ്റ്വേ ഓഫ് ടാലി ഏറ്റവും താഴെ ഭാഗത്ത് വരുന്നുണ്ട് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ്. അതിൽ ഇൻവെൻട്രി ബുക്സ്, ഗേറ്റ്വേ ഓഫ് ടാലി ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്, ഇൻവെൻട്രി ബുക്സ്. അതിൽ ഗോഡൗൺ ഉണ്ട്. ഗോഡൗൺ എടുത്തിട്ട് നിങ്ങൾ ഗോഡൗൺ 1 എടുത്തിട്ട് എൻ്റർ അടിച്ചാൽ ഗോഡൗൺ 1 പ്രൊഡക്റ്റും അതിൻ്റെ ക്വാണ്ടിറ്റിയും ഇവിടെ കാണിക്കും. ഡീറ്റെയിൽ ആയി കാണാൻ വേണ്ടി ഓൾട്ട് F1 പ്രസ് ചെയ്യുക. ഇവിടെ ടി വി എന്ന പ്രൊഡക്റ്റ് മെയിൻ ലൊക്കേഷനിൽ ഗോഡൗൺ 1 2 ക്വാണ്ടിറ്റി ഉണ്ട്. ഓക്കെ, ഞാൻ മെയിൻ ലൊക്കേഷൻ എടുത്തു, എൻ്റർ ചെയ്തു, ഓൾട്ട് F1 പഠിച്ച. അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റുകൾ കാണിക്കുന്നുണ്ട്, പ്രൊഡക്റ്റുകളുടെ പേര് കാണിക്കുന്നുണ്ട്, ഇവിടെ ക്വാണ്ടിറ്റി കാണിക്കുന്നുണ്ട്, അതിൻ്റെ എണ്ണം കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ പ്രൈമറി എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഗോഡൗണും കാണിക്കും. പ്രൈമറി എടുത്തിട്ട് എൻ്റർ ചെയ്യുന്നു, എൻ്റർ ചെയ്ത എല്ലാ ഗോഡൗണുകളും
ഓൾട്ട് F1 പ്രസ് ചെയ്യുക. ഡീറ്റെയിൽ ആയി കാണാൻ ഓൾട്ട് F1 ആണ്. അപ്പോൾ എല്ലാ ഗോഡൗണും കാണിക്കുന്നുണ്ട്, അവിടുത്തെ പ്രൊഡക്റ്റും കാണിക്കുന്നുണ്ട്, ഈ സൈഡിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഗോഡൗണിൻ്റെ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൈമറി എടുക്കുന്നു. ഓരോ ഗോഡൗണിൻ്റെയും സെപ്പറേറ്റ് കാണുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഗോഡൗൺ സെലക്ട് ചെയ്യുന്നു, അതിൻ്റെ മീതെ വെച്ച് എൻ്റർ ചെയ്യും. അപ്പോൾ ഏത് ഗോഡൗണ്ടാണ് കാണേണ്ടത് അതിൻ്റെ മീതെ വെക്കുക, എൻ്റർ അടിക്കുക. അപ്പോൾ ആ ഗോഡൗണിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. പ്രൈമറി എടുത്താലോ നമ്മുടെ കമ്പനിയിൽ എത്ര ഗോഡൗൺ ഉണ്ടോ അവിടുത്തെ എല്ലാത്തിൻ്റെയും പ്രൊഡക്റ്റുകളുടെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഗോഡൗണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒരിക്കൽ കൂടി പറയാം, ഗോഡൗൺ റിപ്പോർട്ട് എങ്ങനെ കിട്ടുക? ഗേറ്റ് വേ ഓഫ് ടാലി, ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്, ഇൻവെൻട്രി ബുക്സ്, ഗോഡൗൺ വെച്ചിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇങ്ങനെയാണ് ഗോഡൗണിൻ്റെ റിപ്പോർട്ടുകൾ കാണുന്നത്. ഈ ഗോഡൗണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിപ്ലൈ നൽകുന്നതായിരിക്കും. താങ്ക് യു.